ഹലോ മച്ചാമാരെ, നമ്മളിന്ന് നാടുകാണി വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. കട്ടപ്പന തൊടുപുഴ റൂട്ടിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നാടുകാണി പവലിയൻ. നമുക്ക് റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. നാടുകാണി പവലിയൻ എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നാടുകാണി പവലിയൻ്റെ എൻട്രൻസിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 25 രൂപയാണ് ചാർജ് വരുന്നത്. QR കോഡ് സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും അത്ര പ്രായോഗികമല്ല. ഈ കാണുന്നതാണ് നാടുകാണി പവലിയൻ. ഇടുക്കി ചെറുതോണി കുളമാവ് ഡാമുകളുടെയും മൂലമറ്റം പറവൂസിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കനേഡിയൻ എഞ്ചിനീയേഴ്സ് അവരുടെ വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി കണ്ടെത്തിയൊരിടമാണ് നാടുകാണി. അന്ന് ഏറ്റവും അത്യാധുനികമായി ഗ്ലാസൊക്കെ ഇട്ട ഒരു നിർമ്മിതിയായിരുന്നു നാടുകാണി പവലിയൻ. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ ശോകമാണ്. സഞ്ചാരികൾ ഒരുപാട് എത്തുന്നുണ്ടെങ്കിലും അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. എന്നാലും നമുക്ക് നാടുകാണി പവലിയൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. നാടുകാണിയിൽ നിന്ന് നമുക്ക് മൂലമറ്റം പറവൂസും മലങ്കര ഡാമിൻ്റെ റിസർവോയറും കൂടാതെ മൂലമറ്റം ടൗണും നമുക്ക് വ്യക്തമായിട്ട് കാണാം. കൂടാതെ പശ്ചിമഘട്ട മലനിരയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ വാഗമണ്ണിലെ മൊട്ടക്കുന്നുകൾ വരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ പോയ സമയത്ത് ഇവിടെ മിസ്റ്റി ആയിരുന്നു. നമ്മുടെ സായാഹ്നങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നാടുകാണി. നാടുകാണി എന്ന പേരിനെ അനർത്ഥമാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നാടുകാണി. എല്ലാവരും കുടുംബസമേതമെത്തി നമ്മുടെ സായാഹ്നങ്ങൾ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് നാടുകാണി. ഞാൻ മുമ്പ് അനുഭവിച്ച ഒരു നാടുകാണിയുടെ ബ്യൂട്ടി എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു. എങ്കിലും എല്ലാവരും ഒരു ദിവസം വരിക, എൻജോയ് ചെയ്യുക. നല്ല സൂപ്പർ സ്ഥലമാണ്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, സമാധാനമായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.